ചിന്താമണി ചിന്താമണി ഭഗവാന്റെ പദപത്മ ബലശോഭയടിയെന്നു തുണയാവണി വിമലഗാന സുധയുതിരുമാത്മലയ കലകളെന്നു മടി പള്ളുമല ഗുണ ചിന്താമണി ചിന്താമണി വീണയിൽ പഞ്ചമജപമായി സാമം കൊളുത്തുന്ന പരമ്പൊരുളി പ്രാണന്റെ വീണയിൽ പഞ്ചമജപമായി സാമം കൊളുത്തുന്ന പരമ്പൊരുളി സൂക്ഷ്മമാം ശുഭനാദം സുസ്വരമാക്കും യോഗതപസിം ബ്രഹ്മരഹസ്യമിതനുപദമറിയ നിരരുളുക നിഗമ ചിന്താമണി ചിന്താമണി വൈഷ്ണവാംശമായി മുരഹര വേണുനാളി മഹിരജപതീർത്ഥബിന്ദുവായി സ്വനയമുനോർമ്മി തീർപ്പതി വൈഷ്ണവാംശമായി മുരഹര വേണുനാളി മഹിരജപതീർത്ഥബിന്ദുവായി സ്വനയമുനോർമ്മി തീർപ്പതി കൃഷ്ണ കിരീടമായി വിടരുകയാണ് നെഞ്ചില നിരകനിരാമയ കലയുടെ ഹിമജനമണിയൊരു ഞൊടിയുടെ അമര ചിന്താമണി സരിഗമദനി സദനിത മകരി സരിഗമദനി ചിന്താമണി ചിന്താമണി ഗരി 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 രമ സനിത മര മകരി സരി ഗരി രമര മദ സനിത ഗരി സരി ഗരി ഗമ മദനി ഗരി സ രിഗമ സരിഗ മദനി സഗരി ധനി സാഗരി സരിഗരിഗവ മകരിഗ ഗരി സരി ഗരി സരി ഗരി സരി ധനി സനി ധനി മദനി ഗരി സി ഗരി ധനി ഗരി ഗരി സരി ധനി മദനി ഗരി ചിന്താമണി ചിന്താമണി ഭഗവാന്റെ പദപത്മ ബലശോഭയടിയെന്നു തുണയാവണി വിമലഗാന സിതയുതിരുമാത്മലയ കലകളെന്നു മടി പണിയുമല ഗുണ ചിന്താമണി ചിന്താമണി ഈ കൂട്ടത്തിൽ മൂത്തവനായ ഞാൻ തന്നെ രണ്ടാം റൗണ്ടും തുടങ്ങാം. അങ്ങനെയല്ലേ ആലഞ്ചേരിക്കാരുടെ ഒരു പാരമ്പര്യം. പറഞ്ഞത് വളരെ ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആലഞ്ചേരി തമ്പ്രാക്കളുടെ മക്കളായ നമ്മളിങ്ങനെ ഒളിച്ചിരുന്ന് കള്ളുടിക്കുന്ന വല്ല കാര്യമുണ്ടോ? ആരെയും നമ്മളീ പേടിക്കുന്നേ? അച്ഛൻ കേക്കട്ടെ നിന്റെ ഈ ഗീർവാണം. പോകാൻ പറയണം നമ്മളെ അച്ഛന്മാരോട്. കുറെ കാലം ആയാലും കളരെടുപ്പിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തായി? അവിടെ രാവിലെ തുടങ്ങും. മേലോട്ട് ഉയർന്ന് രണ്ടാലും പൊക്കിപ്പിടിച്ച് ഞെരിഞ്ഞ മറന്ന് രണ്ടാലും പൊക്കിപ്പിടിച്ച് നടുവും തല്ലി വീണ് വയ്യാണ്ടായി. സത്യം നമ്മളെ തച്ചോളി ഉദയനാക്കാനാ അച്ഛന്റെ ശ്രമം. നടക്കുന്ന കാര്യം വല്ലതാണോ? ആരെ തല്ലാനെ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? മര്യാദക്ക് ഒരു തല്ലുണ്ടാക്കാനും സമ്മതിക്കില്ല. അത്രേ ഉള്ളു. അവിടെ ഒരാള് പുലർച്ചെ തുടങ്ങും. സാ പാ പോ തുടങ്ങിയ ഒന്ന് നിർത്തണ്ടേ പണ്ടാരം. പാടി പാടി എന്റെ കഴുത്ത് കണ്ട നീണ്ടുപോയി. ഏതായാലും നീണ്ടല്ലോ, ഇനി കുറച്ചുകൂടി നീളട്ടെ. എടാ വാസു, ഒരു പാട്ട് പാടി.
ആ പാട്. എന്റെ മനസ്സിൽ ഇപ്പൊ സംഗീതം ഇല്ല, ഉള്ളത് സന്താപമാ. എന്തിനാണ് ദുഃഖിക്കുന്നേ? അത് പറഞ്ഞാ നിങ്ങൾ എന്നെ തല്ലുവോ? അല്ലേ നീ എന്തായാലും ഞങ്ങളോട് പറയടാ. എടാ പറയാൻ നിന്റെ ഏതാഗ്രഹം ഞങ്ങൾ സാധിപ്പിച്ചേരടാ. എന്നാ ഞാൻ പറയാം. നമ്മുടെ കോയിക്കല് ഗോപാലൻ നായരുടെ മോളിൽ അവക്കെന്ത് പറ്റി? അവർക്കല്ല പറ്റിയത്, എനിക്ക് ആ കുട്ടീനെ ഇഷ്ടാ. ഞാൻ അവളോട് ഇതേവരെ അത് പറഞ്ഞിട്ടില്ല. പറയാനായിട്ട് ഒരു തടസ്സമുണ്ട്. എന്റെ ഭഗവാനെ, അച്ഛൻ അറിഞ്ഞ എന്നിട്ട് നീ പറയടാ. എന്ത് തടസ്സം ഉണ്ടെങ്കിൽ ഞങ്ങള് മാറ്റും. അച്ഛനോട് പോകാൻ പറയടാ. അയ്യോ, അവക്ക് കളരി പഠിക്കുന്ന 3 ആങ്ങളമാരുണ്ട്. മല പോലെ 10 എണ്ണം ഇവിടെ നിക്കണ്ട, എന്ത് 3 എണ്ണം? നീ ധൈര്യമായിട്ട് അവളോട് പറ. ദാ, നിന്റെ പുറകിൽ ഞങ്ങളുണ്ട്. ഈ ഞാൻ അവൻ കരിഞ്ഞു. അവന്റെ കോഴികളാപ്പൂപ്പന്റെ എന്റെ അമ്മേ, നോക്കിയേ, വാസുവേട്ടന്റെ സെലക്ഷൻ ഉഗ്രൻ. എന്റെ കൈകാലം ആകെ വിറയ്ക്കണം. ഈ വരവ് കണ്ട വിറച്ചില്ലെങ്കിലേ അത്ഭുതം. അവളിങ്ങത്താറായി. ചെല്ല്, ഞാനിതിനിടെ കാണും. എന്തുപറ്റി? വിമലയുടെ പേരെന്താ? എന്താ പതിവില്ലാതെ വാസുവേട്ടന്റെ ചുറ്റിക്കളി? പ്രേമിക്കാനുള്ള പണി വല്ലതും ആണോ? ചെറിയ തോതിലൊരു അപ്പോ ലവ് ലെറ്റർ ഒന്നില്ലേ? ഉണ്ട്. അയ്യോ, അവിടെ പോയി. അയ്യോ വാസുട്ടാ, പോയിട്ടില്ല, അത് അവന്റെ കയ്യിലായി പോയി. ആഹാ, രണ്ടുപേരും കൂടിയുള്ള ചുറ്റിക്കളിയാണല്ലേ? അല്ലല്ല, ഞാൻ മാത്രം. ശരി ഞാൻ വാങ്ങിച്ചോളാം. അയ്യോ, ആ പിന്നെ രണ്ടുപേരും നാളെ ഇവിടെ തന്നെ ഉണ്ടാവണം, ഇതേ സമയത്ത് മറുപടിക്ക്. ഞാനും വേണോ? ആ എന്നോട് ഇത് വേണ്ടായിരുന്നു. ഇതാണ് ചേട്ടൻ പാര, അനിയൻ പാര. ആണോ? വാസുട്ടാ, അവള് വരാന്ന് പറഞ്ഞ സമയമായിട്ടുണ്ട്. അച്ഛനെങ്ങാനും അറിഞ്ഞ സംഗതി കൊള്ളാവോ? നീ എന്നെ പേടിപ്പിക്കാതിരിക്കും. എനിക്കൊരു ധൈര്യത്തിന് നീ കൂടെ നിൽക്കില്ലേ? അല്ല, ഞാനുണ്ട്. എന്നാലും വാസുവേട്ടൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതാ അതിന്റെ ഒരു ശരി. അതെന്താ? നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറയാനൊക്കെ ഉണ്ടാവില്ലേ? വേണ്ട, പറയാൻ കുഴപ്പമുണ്ടാവോ? പേടിക്കണ്ട, ഞാൻ ഈ കൈപ്പന്തലുണ്ടാവും. അങ്ങോട്ട് ഉണ്ടാവണേ. പിന്നെ ഉഷാറായിട്ട് കൊണ്ട് കേറി നിൽക്ക് വാസുട്ടാ. നീയാണോടാ വാസു? അതെ. എന്തേ? നീ മറുപടിക്ക് കാത്തുക്കാണല്ലേ? അല്ല, അതെ, ഈ മറുപടി ആലഞ്ചേരിക്കാര് വലിയ കളരി കുരുക്കന്മാരല്ലേ? അതെ. എന്നാ നിനക്കുള്ള മറുപടി കളരി മുറയിൽ അയ്യോ ചേട്ടാ, എന്നെ അടിക്കല്ലേ, ഞാൻ പാട്ടാ. പാട്ട് ഞാൻ കളരിയല്ല ഏറ്റടാ വണ്ടി. അയ്യോ, എന്നെ കൊല്ലല്ലേ. അയ്യോ, അയ്യോ, എനിക്ക് മറുപടി വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞ നിങ്ങൾ അറിഞ്ഞ പ്രശ്നമാണ്. അയ്യോ, എനിക്കിനി പ്രേമിക്കണ്ട. ഞാൻ ഇഷ്ടപ്പെട്ടു. ഓടിക്കോ. അവന്മാർക്ക് ഇപ്പൊ കത്തിന്റെ മറുപടി കാണോ? പിന്നെ എത്ര നേരമല്ലേ കിട്ടിക്കാണോ? അതറിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പ്രേമിക്കാൻ. എന്ത് പറ്റിയടാ? ഞാൻ ആ പെണ്ണിന് കത്ത് കൊടുത്തരാ, അവളാകളെ മരണ തല്ല്. സത്യാണോ? സഹിക്കാൻ പറ്റണില്ല എനിക്ക്. ആലഞ്ചേരിയിൽ ഒരുത്തന്റെ മേലെ കൈവച്ചിട്ട് ഒരുത്തനെ അങ്ങനെ ഞെളിഞ്ഞു നടക്കണ്ട. വൈകിടാ. കോയിക്കൽ ഗോപാലൻ നായരുടെ മോൾക്ക് ആലഞ്ചേരി എന്നൊരുത്തൻ പ്രേമലേഖനം കൊടുത്ത അതിനൊക്കെ മറുപടി പറയാൻ മാത്രം ചേട്ടന്മാരങ്ങ് വളർന്നു. അല്ല കൊടുത്താ നീയൊക്കെ എന്ത് ചെയ്യടാ? തിരിച്ചപ്പ തന്നെ ചുട്ട മറുപടി തരും. മറുപടി പിന്നത്തെ വെക്കണ പാരമ്പര്യം ആലഞ്ചേരി തറവാട്ടുകാർക്ക് ഇല്ലടാ. ആടിയോടാ.
നാളെ വരുമ്പോ നിന്റെ പെങ്ങളോട് പറഞ്ഞേക്ക് അവന് മര്യാദക്ക് മറുപടി കൊടുക്കാൻ. മനസ്സിലാടാ? എന്താ നോക്കണേ? എന്റെ പെങ്ങൾ അവനെ പ്രേമിച്ചിരിക്കണം, അല്ലെങ്കിൽ അറിയാലോ. ഇനി എന്നോട് ചോദിക്കാതെ വീട്ടിൽ പുറത്തിറങ്ങി പോകരുത്. പ്രേമിക്കാൻ നടക്കുന്നൊരുത്തൻ ഞങ്ങളായിട്ടൊരു സൽപ്പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അത് കളഞ്ഞു കുളിക്കാനാണ് ഭാവമെങ്കിൽ പെടർക്കി പിടിച്ച് പടിക്ക് പുറത്തു തള്ളു ഞാൻ. മനസ്സിലായോ? ഇവനവന്മാരെ തല്ലിന്നുറപ്പ ഞങ്ങള്. ഓഹോ, കൂടപ്പറമ്പിനെ തല്ലിന്ന് കേട്ടപ്പോ നിന്റെ ചോര തിളച്ചു അല്ലേ? അപ്പോ കൂടെ പറഞ്ഞവർക്ക് പ്രേമലേഖനം കൊടുത്തപ്പോ അവിടെ ആങ്ങളമാരുടെ ചോര എന്തുമാത്രം തിളച്ചു കാണും. ചാത്തുക്കുട്ടി ആ, താൻ കേട്ടില്ലേ മക്കളുടെ ഗുണഗണങ്ങള്? കേട്ടു. അതിന് ഇവരോട് ഇത്ര കയർക്കേണ്ട കാര്യമുണ്ടോ? എടോ, മക്കളെ ശകാരിക്കണം, പക്ഷെ ശിക്ഷിക്കരുത്. തന്റെ മക്കള് തന്നോളം എത്തിയാ താനെന്ന് വിളിക്കണം. അവര് തന്റെ അടികളായിട്ട് വളരട്ടോ ചാത്തുക്കുട്ടി. തന്റെ അടികളായിട്ട് വളർന്നോട്ടെ, പക്ഷെ അതിന് തോന്നിവാസികളായിട്ട് വളരുന്നത് എന്തിനാ? താനാ ഇവർക്ക് ആവശ്യമില്ലാത്ത തണൽ കൊടുക്കണത്. സൗകര്യത്തിലൊരാല് മുളച്ചാൽ അതൊരു തണലാക്കിയില്ലെങ്കിൽ പിന്നെ ആലഞ്ചേരിലെ ഇളമുറക്കാരെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു പ്രയോജനം? താൻ പറ. ഓ, ഒരു പ്രയോജനവും ഇല്ല. ഞാൻ വെറുതെ നാക്കിട്ടടിച്ചത് മിച്ചം. താമാ ആ സോമനല്ലേ വരുന്നത്? തമ്പ്രാക്കന്മാര് രണ്ടാളുണ്ടല്ലോ. എന്താ സോമ വിശേഷിച്ച്? കോടതിയിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ട് ഭാഗവതർക്ക്. ഇഞ്ചക്ഷൻ ഓർഡറോ? എനിക്കാ? ആ, ചേക്കുട്ടി വാങ്ങിച്ചതാ. ഭാഗവതരുടെ ഭാര്യയുടെ പേരുള്ള സ്ഥലം അയാളുടെതാണെന്ന് പറഞ്ഞിട്ട്. എന്താ ഓർഡറില്? ആ സ്ഥലത്ത് നിങ്ങൾ ആരും കയറാൻ പാടില്ലെന്ന ഓർഡറിൽ തെങ്ങും പറമ്പ് നിങ്ങൾ അതിക്രമിച്ച് കൈവശപ്പെടുത്തിയെന്ന്. എന്റെ ഈശ്വര, ഈശ്വരനെ വിളിക്കേണ്ടത് അവനല്ലേ? നിങ്ങളെ ആലഞ്ചേരിൽ ഒരുത്തന്റെ കൂടെ ഇറക്കി വിട്ടിട്ട് വർഷം 10-30 അതിന്റെ വേദന ചേക്കുട്ടിക്ക് ഇപ്പോഴാണ് തോന്നി തുടങ്ങിയതെങ്കിൽ അത് മാറ്റിക്കൊടുക്കാനും ആലഞ്ചേരിക്കാർക്ക് യാതൊരു മടിയില്ല. താൻ കുഴപ്പത്തിനൊന്നും പോകണ്ട കേട്ടപ്പാ. താനൊന്നും ഉണ്ടായിരിക്കേ. ആകാശിന് പകയില്ലാതിരുന്ന ഇവൻ എന്നാണ് ചേക്കുട്ടി റൈറ്റർ ആയതെന്നും നമുക്കെതിരെ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങാൻ ആളായതെന്നും എനിക്കൊന്ന് അറിയണം. അറിയാനൊന്നുമില്ല. ഇത്തവണ രണ്ടിലൊന്ന് ഞാൻ അറിയിച്ചു കൊടുക്കും. ഒരാലഞ്ചേരി തമ്പ്രാക്കള്. ആരാടാ ഇവനൊക്കെ തമ്പ്രാക്കൾ എന്ന് വിളിക്കുന്നത്? നീ വിളിക്കാറുണ്ടോ? ഞാൻ വിളിക്കാറില്ല. എന്നാ നീ വിളിക്കണ്ട. അതിനുള്ള ഗതികേട് നിനക്ക് ഞാൻ ഉണ്ടാക്കില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ റൈറ്ററെ. ഗതി കെട്ടാ പുലി പുല്ലും തിന്നല്ലേ? ഓ തമ്പ്രാക്കന്മാർ റോട്ടിലൂടെ പുല്ലും തിന്ന് നടക്കുന്നത് എനിക്കൊന്ന് കാണണം. അത് ഞാൻ കാണിച്ചു തരാം. പോയിട്ടുണ്ടല്ലോ നമ്മുടെ ഇഞ്ചക്ഷൻ. നീ നോക്കിക്കോ. ആദ്യം ഞാൻ അവളെ മക്കളെ കൊണ്ട് എന്റെ കാല് പിടിപ്പിക്കും, പിന്നെ തമ്പ്രാക്കന്മാര്. അതിന് ഞാൻ വേല വെച്ചിട്ടുണ്ടടാ. അത് പിന്നെ എനിക്ക് റൈറ്ററെ. കോടതിയും കേസും ഒക്കെ എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ അയാൾക്ക് എവിടെയും പോണ്ടി വരില്ല. പോയി വെട്ടി നോക്കണോ? അച്ഛനൊന്ന് പറഞ്ഞാ മതി. വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. ഒരാവേശത്തിന് ആർക്കും എന്തും കാണിക്കാം. കയ്യാങ്കളിക്കുള്ള സമയമാവുമ്പോ ഞങ്ങൾ പറയും. ഇപ്പൊ കളിക്കേണ്ടത് ബുദ്ധി കൊണ്ടാ. ആ, അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക. ചേക്കുട്ടി അയാളുടേതെന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ഇത്ര ബലം പിടിക്കുന്നത് എന്തിനാ? നാളീകരത്തിന് വേണ്ടി, മറ്റു മേലാദായങ്ങൾക്ക് വേണ്ടി. അല്ലാതെ മണ്ണൊന്നും വാരിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതില്ല. ആ, അപ്പോ അയാൾ ഇങ്ങോട്ട് പ്രയോഗിച്ച അതേ ബുദ്ധി അങ്ങോട്ടും പ്രയോഗിക്കാം. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ന് രാത്രി തന്നെ ചേക്കുട്ടിയുടെ പേരിൽ നമ്മളൊരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് പ്രയോഗിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ ആരും ഉറങ്ങുന്നില്ല. വേണ്ട ബാല്യക്കാരെയും വിളിക്കാം.